ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ ഒരുപാട് ഇഷ്ടത്തോടെ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ജോബി വിധേയത്തിലാണ്. നമ്മൾ അടിമാലിയിൽ നിന്നും നമ്മുടെ മൂന്നാറിലേക്ക് പോകുന്ന റൂട്ടിൽ അടിമാലിയിൽ നിന്നും വെറും 4 കിലോമീറ്റർ മാത്രം വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു സിപ്പ് ലൈനിൽ നമുക്കിവിടെ എത്താൻ സാധിക്കും. ഇവിടെ നിന്ന് നമ്മൾ ബാക്കിലേക്ക് ഇങ്ങനെ നോക്കി കഴിയുമ്പോൾ നമുക്ക് പെട്ടിമുടി കാണാം കേട്ടോ. അത് നമ്മുടെ മൂന്നാറുള്ള മെയിൻ റൂട്ടാണ് മുകളിൽ കാണുന്നത്. അപ്പോൾ ഈ റൂട്ട് അടിമാലിയിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ വന്നു കഴിയുമ്പോൾ നമുക്ക് സിപ്പ് ലൈൻ എന്നൊരു ബോർഡ് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അവിടുന്ന് നമുക്ക് 2 കവാടങ്ങളാണുള്ളത്. അപ്പുറം ഒരെണ്ണമുണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരെണ്ണമുണ്ട്. ഇവിടുന്ന് അപ്പം ഇറങ്ങി വരുമ്പോൾ നമുക്ക് ഇവിടെ, അതായത് സിപ്പ് ലൈനിൻ്റെ വലിയൊരു ടവർ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഓഫീസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻസ്റ്റിങ്സിൻ്റെ ടവർ. നമുക്കിവിടെ 2 ആക്ടിവിറ്റിയാണ് വരുന്നത്, ഫാമിലി റൈഡും സിപ്പ് ലൈനും. ഫാമിലി റൈഡ് എന്ന് പറയുമ്പം അപ്പോൾ ഫാമിലി ആയിട്ട് പോകാം. ഒരു ടൈമിൽ 3 പേർക്കൊക്കെ പോകാൻ പറ്റുന്നത്. അതിൽ 4ാമത്തെ ഒരാളെന്ന് പറയുന്നത് നമ്മുടെ പൈലറ്റ് ആയിരിക്കും. പിന്നെ ഉള്ളത് സിപ്പ് ലൈൻ. സിപ്പ് ലൈൻ ഒരു ടൈമിൽ കപ്പിൾസിനാണെങ്കിൽ 2 പേർക്ക് പോകാം. 2 റോപ്പിലായിട്ട് ഒരു 2 സെക്കൻഡ്സ് ഒരു ഡിസ്റ്റൻസിൽ ഒരു 2 പേർക്കായിട്ട് പോവാം. അങ്ങനെയാണ് തന്നെ. പിന്നെയെന്ന് പറഞ്ഞാൽ ഫാമിലി റൈഡിന് ഒരാൾക്ക് 600 രൂപയും സിപ്പ് ലൈനിന് ഒരാൾക്ക് 500 രൂപയും. പിന്നെ അടിമാലിയിൽ നിന്ന് ഏകദേശം ഒരു 4-5 കിലോമീറ്റർ ഉണ്ട് മൂന്നാർ റൂട്ടിൽ. മൂന്നാറിനാണെങ്കിൽ ഒരു 26 കിലോമീറ്ററാണ് നമുക്ക് ഇവിടെ നിന്ന് മൂന്നാറിലോട്ട് വരുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ദൂരം അങ്ങോട്ട് 250 മീറ്ററും ഇങ്ങോട്ട് 250 മീറ്ററും. അപ്പോൾ ടോട്ടൽ 500 മീറ്ററാണ് വരുന്നത്. അപ്പോൾ ഫാമിലി റൈഡ് ആണെങ്കിൽ നമുക്ക് 600 രൂപയാണ് പെർ ഹെഡ് വരുന്നത്. സിപ്പ് ലൈൻ ആണെങ്കിൽ നമുക്ക് 500 രൂപയാണ് പെർ ഹെഡ് വരുന്നത്. ഇവിടുന്ന് സ്റ്റെപ്പ് കയറി അതിൻ്റെ ഏറ്റവും ടോപ്പിലെത്തണം. അവിടെ നിന്നാണ് നമ്മുടെ സിപ്പ് ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഇവിടുന്ന് നമ്മൾ നേരെ കാണുന്നില്ലേ, അവിടെ പോയി നമ്മൾ ലാൻഡ് ചെയ്യും. അതിനുശേഷം അവിടുന്ന് നേരെ റിട്ടേൺ പോരും. അങ്ങനെയാണ്. അതുപോലെ തന്നെ ഇവിടെ സിപ്പ് ലൈനും ഉണ്ട്, അതുപോലെ തന്നെ കേബിൾ കാറും ഉണ്ട് കേട്ടോ. പേര് ഫുലൂല, വെറൈറ്റി പേരാലോ. ഹായ്, എന്തൊരു വിശേഷമൊക്കെ? പേരെന്താ? ജോബി. എൻ്റെ പേരും ജോബി. സേഫ്റ്റി എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഹാർനസ്, സീറ്റ് ഹാർനസ്സാണ്. സീറ്റ് ഹാർനസ് അപ്രൂവലായിട്ടുള്ള കമ്പനിയുടെ ഓതറൈസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെൻ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൽ ഹാർനസ് ഉണ്ട്, പുള്ളിയുണ്ട്, ഹെൽമെറ്റ്, പിന്നെ മിറ്റൺ എന്ന് പറയും. മറ്റേ ഗ്ലൗ എന്ന് പറയാൻ പറ്റില്ല, മിറ്റൺ ഇതിന് പറയാൻ പറ്റുള്ളൂ. എന്നാ വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു തമ്പ് മാത്രമേ ഉള്ളൂ. എന്നുവെച്ചാൽ നമുക്ക് ഹാർനസ് എന്ന് പറയുമ്പോൾ 3 ടൈപ്പ് ഹാർനസ് വരുന്നുണ്ട്. നമ്മളിവിടെ 2 ടൈപ്പ് ഹാർനസ്സാണ് യൂസ് ചെയ്യുന്നത്, ചെസ്റ്റ് ഹാർനസും സീറ്റ് ഹാർനസും. ഇവിടെ ഇപ്പോൾ സിപ്പ് ലൈനിൽ നമ്മൾ മാക്സിമം വെയിറ്റ് നമ്മൾ പറയണത് 120 കിലോഗ്രാംസാണ്. അതാണ് ഇതിൻ്റെ റൂളിലുള്ളത്. 120 കിലോഗ്രാംസാണ് സിപ്പ് ലൈനിൽ വിടാവുള്ളൂ എന്നുണ്ട്. ഏകദേശം നമ്മൾ 75 അടിക്ക് മുകളിൽ നമ്മളിപ്പോൾ നിൽക്കുവാണ്. അതായത് ടവറിൻ്റെ ഏറ്റവും ടോപ്പിൽ നമ്മളെത്തി. അപ്പോൾ ഇതിന് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതിന് തൊട്ട് താഴെയാണ് നമ്മുടെ കേബിൾ കാർ. അവിടെ കേബിൾ കാർ അല്ലേ, തൊട്ട് താഴെ എന്നാ പറയാം, റോപ്പ് റൈഡർ എന്ന് പറയും, ഫാമിലി റൈഡർ എന്ന് പറയും, കേബിൾ കാർ എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ മുകളിലേക്ക് കയറി വരും തോറും ചങ്കരി ചെറിയൊരു ആദ്യം ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, നമ്മൾ ഏറ്റവും ടോപ്പിലെത്തി. ഇവിടുന്ന് നമുക്ക് സിപ്പ് ലൈൻ. ഇപ്പോൾ മൊത്തം എത്ര ദൂരം എന്ന് പറഞ്ഞത്? ഇത് 250 മീറ്റർ വൺ സൈഡ്. അപ്പോൾ 2 സൈഡ്. ഓക്കെ.
നേരെ ഇവിടെ എത്തി. അതിനുശേഷം നമ്മൾ തിരിച്ച് റിട്ടേൺ പോവുകയാണ്. നമുക്ക് ഇവിടെ ലാൻഡ് ചെയ്തു. ഓക്കെ, പൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ല. ബാക്കി ഞാൻ അവിടെ ചെന്നിട്ട് പറയാം. ഓക്കെ അപ്പോൾ ആദ്യം നമ്മൾ കയറിയപ്പോൾ ഒരല്പം ഭയമൊക്കെ തോന്നിയായിരുന്നു. പക്ഷേ കുറച്ച് ഒരല്പം അങ്ങ് മാറിക്കഴിഞ്ഞാൽ, സെക്കൻഡുകൾ മാറിക്കഴിഞ്ഞാൽ നമുക്ക് കോൺഫിഡൻസ് ആയിട്ടോ. പിന്നെ 2 കൈയും വിട്ട് നമ്മൾ നേരെ അപ്പുറം പോയി നേരെ തിരിച്ചു പോന്നു. ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ മൂന്നാർ പോകുന്നവരുണ്ടെങ്കിൽ ധൈര്യമായിട്ടാ ഇവിടെ നിർത്താം. അതായത് അടിമാലിയിൽ നിന്ന് വെറും 4 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. വരുന്ന വഴിക്ക് നമുക്കത് ബോർഡ് കാണാൻ സാധിക്കും. അവിടെ നിർത്തുക, ഒന്ന് ജസ്റ്റ് ഒന്ന് വരിക, സിപ്പ് ലൈനിൽ കയറുക, അല്ലെങ്കിൽ അത് കേബിൾ കാറുണ്ട്, അതിലൊക്കെ ഒന്ന് കയറി എൻജോയ് ചെയ്തിട്ട് പോകുക കേട്ടോ. സിപ്പ് ലൈൻ പോയി തിരിച്ചു വന്നു. അതിനുശേഷം നമ്മൾ കേബിൾ കാറിൽ പോവുകയാണ്. ഇപ്പോൾ ഓപ്പറേറ്റർ ചെയ്തേക്കുന്ന 2 സൈഡിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പാകത്തിനാണ്. അവിടെ നിന്നും ഗസ്റ്റുകൾക്ക് വന്ന് കയറിയിട്ട് റിട്ടേൺ പോവാം, ഇവിടെ നിന്നും കയറിയിട്ട് റിട്ടേൺ പാവുന്ന രീതിയിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവരാണ് നമുക്ക് ഇവിടെ സിപ്ലൈൻ്റെ ടെസ്റ്റ് ചെയ്യണേ. അതുൽ, അനന്തു, ജോസ് ഇലക്ട്രിക്കലായിട്ട് ചാർജ് ചെയ്യണം. അപ്പോൾ ആ ബാറ്ററിയിലാകുമ്പോഴത്തേനും നമുക്കിവിടെ ഒരു ബൈക്കിൻ്റേതായ രീതിയിൽ ഒരു ആക്സിലേറ്റർ ഉണ്ട്, ആക്സിലേറ്ററും ബ്രേക്കും ഉണ്ട്. പിന്നെ ഫോർവേഡും റിവേഴ്സും മാത്രമാണ് ഇതിൽ ഉള്ളത്. പിന്നെ നമുക്ക് ലോ ഉണ്ട്, മീഡിയം ഉണ്ട്, ഹൈ ഉണ്ട്. മാക്സിമം നമ്മൾ ഹൈ ഇട്ടാണ് നമ്മൾ യൂസ് ചെയ്യണത്. കേബിൾ കാറുകൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് അടിമാലി ടൗണിൻ്റെ ഏറെക്കുറെ ഭാഗങ്ങളെല്ലാം നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ സാധിക്കും. ഇതേ കാണുന്നതാണ് നമ്മുടെ അടിമാലി ടൗണ്. അതുപോലെ ഈ സൈഡിലേക്ക് തിരിഞ്ഞ് നമ്മൾ മുകളിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് പെട്ടിമുടി നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഞങ്ങൾ സെൻട്രലായിട്ട് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് വെക്കുവാണ്. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. എൻ്റെ ക്യാമറ താഴെ പോയ കപ്പത്തോട്ടത്തിൽ പോവും. എടാ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട് എൻ്റെ മോനെ? ഇവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഇവരാണ് ഞങ്ങളുടെ ഇൻസ്ട്രിങ് സിപ്ലൈൻ്റെ റോപ്പ് റൈഡേഴ്സിൻ്റെ മെയിൻ താരങ്ങൾ. എന്നാ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി കുറച്ച് പേര് അപ്പുറം കണ്ടു. അവർ സെക്കൻഡ് ടവറിൻ്റെ ഇൻചാർജിങ് ആണ്. ഇവരാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു, ഷിജോ ചേട്ടനാണ് റോപ്പ് റൈഡറിൽ സപ്പോർട്ട് നിൽക്കുന്നത്. പിന്നെ സുനീഷ് ചേട്ടന് ഇടയ്ക്ക് സപ്പോർട്ട് വരാറുണ്ട്. ബാക്കി എല്ലാവരും സിപ്ലൈൻ്റെ ഇൻചാർജാണ്. എൻ്റെ പേര് സഹൽ എന്നാണ്. എൻ്റെ പേര് വിഷ്ണു. എൻ്റെ പേര് ആരോപൻ. റീന. സുനീഷ്. എൻ്റെ പേര് ഷിജോ. ഞാൻ പിന്നെ ഷിജോ. കാരണം വെച്ചാൽ വിഷ്ണു എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി മറയൂരിൽ നമുക്കൊരു സിപ്ലൈൻ ഉണ്ട്. അവിടെ നിന്ന് സിപ്ലൈൻ്റെ ഫുൾ കാര്യങ്ങളും പഠിച്ചിട്ട് ഇങ്ങോട്ടേക്ക് ഇവിടെ പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടി ഇൻചാർജായിട്ട് വന്നതാണ് വിഷ്ണു. ഒരാളും കൂടെ ഉണ്ടായിരുന്നു, ഒരാളിപ്പോൾ ലീവിന് പോയേക്കുവാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വളരെ മനോഹരമായിട്ട് തന്നെ അവസാനിക്കുന്നു. എപ്പോഴെങ്കിലും നമ്മൾ അടിമാലിയിൽ നിന്ന് മൂന്നാർ റൂട്ട് പോകുന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ഇറങ്ങുക. അപ്പോൾ കോൺടാക്ട് നമ്പറൊക്കെ ഞങ്ങൾ ചുവടെ കൊടുക്കാം. ഏകദേശം ഒരു 75 അടി ഹൈറ്റുള്ള ടവറാണ് ബാക്കിലായിട്ട് കാണുന്നത്. അപ്പോൾ ഏറ്റവും ടോപ്പിൽ നിന്നാണ് സിപ്പ് ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ സെൻട്രലിൽ നിന്ന് നമ്മുടെ കേബിൾ കാർ സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ കേബിൾ കാറും അതുപോലെ തന്നെ സിപ്പ് ലൈനൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് കയറുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു. ഇപ്പോൾ രാവിലെ ബ്രോ നമ്മളെ വിളിച്ചു, നമുക്ക് സിപ്പ് ലൈൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് ബ്രോ രാവിലെ വിളിച്ചു. പിന്നെ ഒന്നും നോക്കില്ല, 2 കിലോ വെച്ച് നേരെ അങ്ങ് പോകുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു അഡ്വഞ്ചർ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മുടെ ചാനൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, കൂടെ നിൽക്കണം. ഓക്കെ, ബൈ, ടാറ്റാ.